ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ അവരെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് തന്നെ വിൽക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഏത് മാത്രമേ പോകുന്നുള്ളൂ? മൂലധനം മാത്രമേ പോകുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ മൂലധനം മാത്രം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവല്ല, അത് നമുക്ക് വൻ ലാഭമായിട്ട് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ അല്ലെ? ഈ ഒരു അവസ്ഥ ഇത് സമ്പന്ന രാജ്യങ്ങൾ ഇത് തുടർച്ചയായിട്ട് ചെയ്തു. അങ്ങനെ അത് എന്തായി മാറി എന്ന് പറയണത് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അത് വരികയാണ്. ഹലോ, ഇനി ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങൾ മൂലധനം കയറ്റുമതി ചെയ്ത് അത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, അവരാണ് ഇമ്പീരിയലിസ്റ്റ്. അവര് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന ചില പ്രതിസന്ധികളെ കുറിച്ചിട്ട് ഇതാ ഇവിടെ പറയുന്നത്. നോക്കൂ. എ സീക്രട്ട് ട്രീറ്റി വാസ് signed between Britain and France in 1904. According to this, Britain recognized the claim of France over Morocco. The French claim over Morocco was opposed by Germany, which sent battleship to the Moroccan part, Agadir. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus, the problem was solved temporarily. However, their rivalry continued. നോക്കൂ, മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ രണ്ടാൾക്കാര്, വേറെ രാജ്യത്ത് നിന്ന് വന്ന രണ്ടാൾക്കാര്, അവര് രണ്ടുപേരും ഒരു പുതിയ രാജ്യത്തിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് രണ്ടുപേർക്കും ആ രാജ്യത്തിൽ യാതൊരു റോളും ഇല്ല. അടുത്ത വീട്ടിലെ നമ്മുടെ രണ്ട് അയലോക്കക്കാര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുക, കടിപിടി കൂടുക എന്ന് പറഞ്ഞിട്ട് ഇത് എന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കി നിൽക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഇവിടെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് 1904. ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ ഫ്രാൻസിന്റെ മീതെ എന്ന് പറഞ്ഞാൽ മൊറോക്കോയുടെ മീതെ ഫ്രാൻസുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതില് ബ്രിട്ടൻ പറയുന്നത് എന്താണ്, മൊറോക്കോ എന്ന് പറയുന്നത് ഞങ്ങളുടെയാണ്, മൊറോക്കോ എന്ന് പറയുന്നത് ഞങ്ങളുടെയാണ്. അതേസമയം ഫ്രഞ്ച് പറയണത് മൊറോക്കോ എന്ന് പറയുന്നത് അവരുടെയാണ്. അപ്പൊ ബ്രിട്ടൻ പറയുന്നു മൊറോക്കോ ഞങ്ങളുടെയാണ്, ഫ്രഞ്ച് പറയുന്നു മൊറോക്കോ അവരുടെയാണ്. യഥാർത്ഥത്തിൽ ഈ മൊറോക്കോ എന്ന് പറയുന്നത് ഇവരുടെ രാജ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ, വേറെ എവിടെയോ കിടക്കുന്ന സ്ഥലം. ഇത് പുറത്തുനിന്ന് വന്നിട്ട് കപ്പല് കയറി വന്ന ആൾക്കാരാണ് അതിനെക്കുറിച്ച് ക്ലെയിം ചെയ്യണത്. അപ്പോ ഫ്രഞ്ച് പറഞ്ഞു മൊറോക്കോ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞപ്പോ ഫ്രാൻസിനെ ജർമ്മനി എന്ത് ചെയ്തു, എതിർത്തു. അവരെന്ത് ചെയ്തു, ഈ മൊറോക്കൻ പോർട്ടിലേക്ക്, മൊറോക്കോ എന്ന് പറയുന്നത് അന്നത്തെ ഗംഭീരമായിട്ടുള്ള ഒരു തുറമുഖമാണ്, ആ തുറമുഖത്തേക്ക് അവര് യുദ്ധക്കപ്പലുകൾ പറഞ്ഞയക്കുന്നു. മനസ്സിലായ? ആ മൊറോക്കൻ പോർട്ടിന്റെ പേരാണ് അഗാഡിയർ. അഗാഡിയറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ പറഞ്ഞയക്കണം. എന്നിട്ട് അപ്പോ ഇത് യുദ്ധക്കപ്പലുകൾ പറഞ്ഞയച്ചപ്പോൾ ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. അതായത് ഫ്രാൻസേര് പറഞ്ഞു ജർമ്മനിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങള് ഫ്രഞ്ചിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് അങ്ങോട്ട് തരാം. അതായത് മൊറോക്കോ ഞങ്ങൾ എടുക്കും, നിങ്ങൾ ആക്രമിക്കരുത്,
ആക്രമിക്കാതിരിക്കാൻ ഫ്രാൻസിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഫ്രഞ്ച് കോങ്ങോ, അത് ഫ്രഞ്ച് കോങ്ങോ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഒരു കോളനിയാണ്. ആ കോളനി, അതായത് ഇത് നോക്കൂ, ഇവിടെ കാണുന്ന കാഴ്ച നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു രാജ്യം, അവിടുത്തെ നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ ഈ രാജ്യം ഞങ്ങളുടെയാണെന്ന് വേറൊരു രാജ്യം വന്ന് പറയുന്നു. അപ്പോൾ വേറൊരു രാജ്യം വന്നിട്ട് പറയുന്നു അത് നിങ്ങളുടെ അല്ല, അത് ഞങ്ങളുടെയാണെന്ന് പറയുന്നു. എന്നിട്ട് അവർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഈ അവകാശപ്പെട്ട രാജ്യം അവരുടെ കയ്യിലുള്ള വേറൊരു കോളനി, ഇതൊന്നും അവരുടെ നാട്ടിലുള്ളതല്ലാട്ടോ, അതൊക്കെ വേറെ വേറെ അവർ കീഴടക്കിയതാ, അതെടുത്ത് പകരം കൊടുക്കണം, എന്നാ അത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? Thus the problem was solved temporarily, however their rivalry continued. അങ്ങനെ താൽക്കാലികമായിട്ട് എന്താണ് ഈ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെട്ടു. അതായത് ഇവിടെ അപ്പോ ഫ്രാൻസ് മൊറോക്കോ എടുക്കുന്നതില് ബ്രിട്ടനെതിരില്ല. കാരണം ബ്രിട്ടൻ ഫ്രാൻസുമായിട്ട് എന്ത് ചെയ്തു, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് ബ്രിട്ടൻ പറയാണ്, ഫ്രാൻസിനോട് പറയണം മൊറോക്കോ എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തോ, അത് നിങ്ങളുടെയാണെന്ന് പറയണം. പക്ഷെ അത് എതിർക്കുന്ന ആളാരാ? എതിർക്കുന്ന ആൾക്കാര് ജർമ്മനിക്കാരാണ്. അപ്പോ ഫ്രാൻസ് എന്ത് ചെയ്തു, ജർമ്മനിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കോളനി, ഫ്രഞ്ച് കോങ്ങോ എന്നാണ് കോളനിയുടെ പേര്, ആ കോങ്കോ അവര് ജർമ്മനിക്ക് കൊടുത്തു. താൽക്കാലികമായിട്ട് പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് പ്രശ്നം പരിഹരിക്കണം. അപ്പൊ അതാണ് മൊറോക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബാൽക്കൻ ക്രൈസിസ്. എന്താ? ദ ബാൽക്കൻ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാൽക്കൻ, ക്ലോസ് ടു ഈജിയൻ സീ, അല്ലെ? ഈജിയൻ കടല്, അതുപോലെ ആൻഡ് ബ്ലാക്ക് സീ. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ഒട്ടോമൻ എംപയർ. ഒട്ടോമൻ എംപയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഒട്ടോമൻ എംപയർ കേൾക്കാനേ? ഒട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു ഏത്? ഈ പറയുന്ന ബാൾക്കൻ റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ 1912 നോക്കൂ, ബാൾക്കൻ ലീഗ് എന്ന് പറയുമ്പോൾ അതിൽ പെടുന്നത് ആരൊക്കെയാ? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനിഗ്രോ. ഡിഫീറ്റഡ് ടർക്കി. However, the conflict among allied nations in sharing the benefit of war led to the breakup of league and resulted in wars among them. അപ്പോ ഇവിടെ വീണ്ടും വേറൊരു രാജ്യത്തിനെ കുറിച്ചിട്ട് മറ്റു ചില രാജ്യങ്ങൾ തല്ലുകൂടുന്നൊരു കടിപിടി കൂടുന്നൊരു കാഴ്ചയാണ് ഈ ബാൽക്കൻ ക്രൈസിസ്. ഇപ്പൊ നമ്മൾ ഫ്രഞ്ച് ക്രൈസിസ്, മൊറോക്കൻ ക്രൈസിസ് എന്താണെന്ന് കണ്ടു. അവിടെ മൊറോക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് വഴക്കുണ്ടാക്കുന്നത് ആരൊക്കെയാ? ഫ്രാൻസും പിന്നെ ജർമ്മനി. എന്നാൽ ബാൽക്കൻ ക്രൈസിസിന് ഇതേ സാഹചര്യം തന്നെ. പക്ഷെ ഇവിടെ ഇതിന് വേണ്ടി ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? നോക്കൂ, 1912 ബാൽക്കൻ ലീഗ് ഡിഫീറ്റഡ്, അല്ലെ? ബാൽക്കൻ ലീഗ് എന്ന് പറയുന്നത് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിഗ്രോ എന്ന് പറയുന്ന ആ പ്രദേശങ്ങളെല്ലാം ചേർന്നാണ് ബാൽക്കൻ ലീഗ് എന്ന് പറയുന്നത്. ആ ബാൽക്കൻ ലീഗിനെ തുർക്കി കീഴടക്കി. മനസ്സിലായോ? തുർക്കി ആ ബാൽക്കൻ ലീഗിനെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. എന്നാൽ ഈ യുദ്ധം നടന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങൾ പങ്കിട്ടെടുക്കുന്നില്ല. അതായത് കട്ട മുതൽ വീതം വെക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതില് ഈ ബാൾക്കൻ രാജ്യങ്ങള് തുർക്കിനെ തോൽപ്പിച്ചു. അയ്യോ, ഞാൻ നേരെ തിരിച്ചാ പറഞ്ഞല്ലേ. ബാൽക്കൻ ലീഗ് ഡിഫീറ്റഡ് തുർക്കി. അങ്ങനെയാണ്. അതായത് ഇൻ 1912, അതായത് നമ്മൾ ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തുർക്കി രാഷ്ട്രത്തിന്റെ ആണ്, അല്ലെ? അതിനെ 9ാം ക്ലാസ്സിൽ പഠിച്ചുള്ളത്. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് തുർക്കിയിലുള്ള ഒരു രാജാവാണ് ഈ എംപയർ, ഈ എന്താ പറയാ, ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് നമ്മൾ റോമൻ എംപയർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ
ഏറെക്കുറെ എന്താ വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാണ് ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത്. അത് തുർക്കിയുടെ രാജാവാണ് അത് ഉണ്ടാക്കുന്നത്. എന്താ അയാളുടെ പേരുണ്ടല്ലോ, അലീന അങ്ങനെ എന്തോ ഒരു മറ്റൊരു പേരാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ് അത് പോയി നോക്കാം. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ അപ്പൊ ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ബാൾക്കൻ എന്ന് പറയുന്നത്. ഈ ബാൾക്കൻ റീജിയനെ ശരിക്കും ആരാണ് ഏറ്റെടുത്തത്? 1912 ബാൾക്കൻ ലീഗ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ആരൊക്കെ? ഗ്രീസും ബൾഗേറിയയും സെർബിയയും മോണ്ടിനെഗ്രോയും കൂടിയിട്ടാണ് ബാൾക്കൻ റീജിയൻ കീഴടക്കിയത്. അതായത് അത് തുർക്കിയുടെ കയ്യിലായിരുന്നു. തുർക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ഈ ബാൾക്കൻ റീജിയനെ ഇവര്, അപ്പൊ ഈ സഖ്യത്തിനെയാണ് എന്താ പറയുക, നമ്മള് ബാൾക്കൻ ലീഗ് എന്ന് പറയുന്നത്. ഗ്രീസും ബൾഗേറിയയും സെർബിയയും മോണ്ടിനിഗ്രോയും ചേർന്നിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ബാൾക്കൻ ലീഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ ബാൾക്കൻ ലീഗ് തുർക്കിയെ പരാജയപ്പെടുത്തി അവരുടെ കൈവശമുണ്ടായിരുന്ന ബാൾക്കൻ റീജിയൻ അവര് കൈയടക്കി. പക്ഷേ യുദ്ധം കഴിഞ്ഞ് ഈ ബാൾക്കൻ റീജിയൻ പങ്കുവെക്കുന്നതില് നമ്മൾ ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങൾ അത് പങ്കുവെക്കുന്ന കാര്യത്തിൽ അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മനസ്സിലായോ? അപ്പോ ഇൻ ഷെയറിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ വാർ ലെഡ് ടു ദ ബ്രേക്കപ്പ് ഓഫ് ദ ലീഗ്. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? ആ സഖ്യം തകർന്നു. അഭിപ്രായ വ്യത്യാസം മൂലം സഖ്യം തകർന്നു. അത് മാത്രമല്ല, ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ എന്തുണ്ടായി? യുദ്ധമുണ്ടായി എന്ന് പറയുന്നത്. നോക്കൂ, when Austria laid its claim over Balkan region with the support of Germany, Serbia claimed this region with the support of Russia. During this time, a Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir to the throne of Austria, at Bosnian capital of Sarajevo. In July 1914, Austria held Serbia responsible for it and declared war on Serbia on 28th July 1914. The Allied nation rushed to help their allies. Among all the nations of the world, directly or indirectly were involved in it. Therefore, this war is known as First World War. അപ്പോ ഇനിയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകിയതിനുള്ള അടിസ്ഥാന കാരണമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അല്ലേ? നമ്മള് കുറെ ആൾക്കാരോട് ശത്രുത ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരാളിനോട് നമുക്ക് ശത്രുത ഉണ്ടെങ്കിലും, അയാളുമായിട്ട് നമ്മളൊരു മൽപ്പിടുത്തം നടത്തുക, അതായത് അയാളെ കയറി നമ്മൾ തല്ലുക എന്നൊക്കെ പറയില്ലേ, അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. ഇപ്പൊ നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം ഉണ്ടെങ്കിലും നമ്മളത് പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ അതും പറയില്ല. നമ്മൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കും. പക്ഷെ നമ്മൾ അയാളുമായിട്ട് ഒരു തല്ലുണ്ടാവുക എന്ന് പറയില്ലേ, അതിനൊരു കാരണം വേണം. അതേപോലെ തന്നെയാണ് യുദ്ധങ്ങളെ എപ്പോഴും തുടങ്ങുന്നതിന് ഒരു കാരണം വേണം. നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തു വെച്ചോ, നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല, വഴക്കുണ്ടാക്കാനൊന്നും പോവില്ല. നമ്മൾ ചിലപ്പോ എന്താ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അവിടെ പ്രശ്നത്തിന് പോവില്ല. നേരെ മറിച്ച് നമുക്ക് ദേഷ്യമുള്ള ഒരാള് നമുക്ക് വേണ്ടിയിട്ട് നമുക്കെതിരെ ചെറിയൊരു കാര്യം ചെയ്താൽ മതി, അവിടെ അവിടെ അടി പൊട്ടിയിരിക്കുക. അതേപോലെ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന സംഗതി ഉണ്ടായത്. ഇവിടെ ബാൾക്കൻ റീജിയനിൽ കേട്ടാ, തുടക്കം നോക്കൂ നിങ്ങൾ, ബാൾക്കൻ റീജിയനാണ് ഇവിടുത്തെ വിഷയം. അതായത് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ ബാൾക്കൻ സഖ്യത്തിൽപ്പെട്ട ഒരു രാജ്യമാണ് ഏതാ? ഓസ്ട്രിയ, അല്ലെ? അതായത് ഓസ്ട്രിയയിൽ പെട്ടില്ല, ഏതൊക്കെയാ പറഞ്ഞത്? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനിഗ്രോ. അപ്പൊ ഇതിൽ പറയുന്നത് when Austria laid its claim over Balkan region with support of Germany, Serbia claimed this region with the support of Russia. സെർബിയ ഏതാണ്? ബാൾക്കൻ ഏരിയയിൽ അതിനുവേണ്ടി സഖ്യത്തിൽ ഏർപ്പെട്ടുള്ളതാണ് സെർബിയ ഓൾറെഡി. അപ്പോ ഇവിടെ ആദ്യം ബാൾക്കൻ റീജിയന് വേണ്ടിയിട്ട്
അതിന് അവകാശവാദം ഉന്നയിച്ചത് ഓസ്ട്രിയയാണെന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രിയ അത് എന്റേതാണ് എന്ന് പറയുമ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? ഓസ്ട്രിയനെ സപ്പോർട്ട് ചെയ്തു. ശരി, അത് നിങ്ങളുടെ തന്നെയാണ്, വേറെ ആരുടെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെർബിയ മുന്നോട്ട് വന്നു. സെർബിയ പറഞ്ഞു ഈ ഭാഗം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. അപ്പൊ സെർബിയനെ ആര് സപ്പോർട്ട് ചെയ്തു? റഷ്യ സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. ആദ്യ അവകാശവാദം ഉന്നയിച്ചത് ആരാ? ഓസ്ട്രിയ. ഓസ്ട്രിയനെ സപ്പോർട്ട് ചെയ്ത ആരാ? ജർമ്മനി. അപ്പോ ഓസ്ട്രിയനെ എതിർത്തുകൊണ്ട് അതിൽ അവകാശവാദം ഉന്നയിച്ചത് ആരാ? സെർബിയ. സെർബിയനെ സപ്പോർട്ട് ചെയ്ത ആരാ? റഷ്യ. ഡ്യൂറിംഗ് ദിസ് ടൈം ദ സെർബിയൻ യൂത്ത് ഗബ്രീലോ പ്രിൻസപ്പ് assassinated Francis Ferdinand, the heir to the throne of Austria, at Bosnian capital of Sarajevo in July 1914. ഈ കാലഘട്ടത്തിലാണ്, ഇങ്ങനെ ഈ തർക്കം നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ നിസാര ആളല്ല, ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ, ഓസ്ട്രിയയുടെ പരമ്പര അവകാശിയാണ്. അതായത് അടുത്ത പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലേക്ക് നീങ്ങേണ്ട ആളായിരുന്നു ആര്? ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. അദ്ദേഹം ബോസ്നിയൻ ക്യാപിറ്റലിൽ വെച്ചിട്ട് 1914 ജൂലൈ മാസത്തിൽ ബോസ്നിയൻ ക്യാപിറ്റൽ ആയിട്ടുള്ള സറജേവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വെടിവെച്ച് കൊന്നു. ആരാ വെടിവെച്ച് കൊന്നത്? ഒരു സെർബിയക്കാരൻ വെടിവെച്ച് കൊന്നു. സെർബിയക്കാരന്റെ പേരാണ് ഗാവറില്ലോ പ്രിൻസപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഗാവറില്ലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന സെർബിയക്കാരൻ ഓസ്ട്രിയൻ ഭരണാധികാരി ആകാൻ പോകുന്ന ആള് വെടിവെച്ചു കൊന്നു. എന്തായിരിക്കും കഥ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേറെ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അല്ലേ? ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റൊക്കെ വരാറുണ്ട് അല്ലെ? വരുമ്പോ കണ്ടിട്ടില്ലേ ഇവിടെ നടത്തുന്ന ഒരുക്കങ്ങൾ കണ്ടിട്ടില്ലേ? ആ സുരക്ഷാ ക്രമീകരണങ്ങൾ. അവരുടെ രാജ്യത്തു നിന്ന് കുറെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ആദ്യം വിലയിരുത്തും. അതുകൂടാതെ നമ്മുടെ രാജ്യത്തും ഉള്ള ആൾക്കാർ വിലയിരുത്തും. അവർ വന്നു പോകുന്നത് വരെ നമ്മുടെ രാജ്യത്തുള്ള ഈ സുരക്ഷയുടെ ആൾക്കാർക്കൊക്കെ നല്ല തലവേദനയായിരിക്കും. അതായത് വന്നു പോകുന്നവരൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി വേറൊരു രാജ്യത്ത് ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് വന്ന് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മൾ ആ വിഷയം വലിയൊരു വിഷയമായിട്ട് മാറും. അത് മനസ്സിലായോ? അപ്പോ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഓസ്ട്രിയയുടെ ഭരണാധികാരി ആകാൻ പോകുന്ന ആളെ അവരുടെ ശത്രുവായിട്ടുള്ള സെർബിയക്കാരൻ എന്ത് ചെയ്തു? കൊന്നു. ജൂലൈ 14 ഓസ്ട്രിയക്ക് ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തുകയറുന്നു. ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഓസ്ട്രിയ പറയുന്നു ഇതിന് കാരണക്കാരാരാ? സെർബിയ ആണ്. സെർബിയ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1940. അങ്ങനെ സെർബിയയുടെ മീതെ അവരെന്ത് ചെയ്തു? യുദ്ധം ഡിക്ലെയർ ചെയ്തു. ദ അലൈഡ് നേഷൻസ് റഷ്ഡ് ടു ഹെൽപ്പ്. നേരത്തെ ഓൾറെഡി ഓസ്ട്രിയയുടെ ഒപ്പം ജർമ്മനി ഉണ്ട്, അതേസമയം സെർബിയയുടെ ഒപ്പം ആരുണ്ട്? റഷ്യ ഉണ്ട്. അപ്പോ അല്ലേ, നമ്മുടെ കൂട്ടുകാരനൊരു പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഇവിടെ എന്താണ് ഈ പറയുന്ന രാഷ്ട്രങ്ങളുടെയൊക്കെ, സെർബിയയുടെയും ഓസ്ട്രിയയുടെയും ഒക്കെ രാഷ്ട്രങ്ങൾ അവരുടെ ഒപ്പം കൂടി. Almost all nations the world, directly or indirectly, involved in it. അപ്പൊ ഈ വിഷയം വന്നപ്പോ ലോകം ശരിക്കും പറഞ്ഞ രണ്ട് ചേരിയായി. കുറെ രാഷ്ട്രങ്ങൾ അതിലും ബാക്കി രാഷ്ട്രങ്ങൾ ഇതിലും. Therefore this war is known as First World War. അതാണ് ഈ യുദ്ധത്തിന് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ലോകമഹായുദ്ധം എന്ന് വിളിക്കുന്നത്. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളും പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടന്റെ കോളനിയാണല്ലോ നമ്മള്. അപ്പൊ ബ്രിട്ടീഷുകാര് നമ്മളോട് പറയും, നിങ്ങൾ വരണട്ടാ, നിങ്ങൾ വന്ന് പങ്കെടുത്താൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തരും. അപ്പൊ നമ്മുടെ ആൾക്കാരെന്ത് ചെയ്യും? സ്വാതന്ത്ര്യം കിട്ടുന്ന കാര്യമല്ലേ, എന്നാ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളും പോയി തോക്കും ഇതൊക്കെ എടുത്തിട്ട്. അങ്ങനെ യുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്നാ തുടങ്ങിയത്? 1914 ജൂലൈ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയത്. ഫസ്റ്റ് വേൾഡ് വാർ എൻഡഡ് ഇൻ 1914. 4 വർഷമാണ് ഒന്നാം ലോക മഹായുദ്ധം തുടർന്നത്. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ഫാർ റീച്ചിങ് ഇമ്പാക്ട് അക്രോസ് ദ വേൾഡ്. ലോകം മുഴുവനും അതിൻ്റെ എന്താ പറയാ പ്രകമ്പനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം ഉണ്ടായി എന്നാ പറയുന്നത്. ഓവർ 10 മില്യൺ പീപ്പിൾ ലോസ്റ്റ് ദെയർ ലീവ്സ് ഓർ വേർ ഇൻജൂർഡ് ഇൻ ദ വാർ. 10 മില്യൺ ആളുകളോളം അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവർക്ക് മുറിവേറ്റു. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ്.
ഉണ്ടാ തകരാറിലായ ചില പ്രശ്നങ്ങളാണ് പറഞ്ഞത്. കൃഷി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, മറ്റേ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തകരാറിലായി. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്, ദാരിദ്ര്യം, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, അതുപോലെ എന്താണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രൂപയുടെയൊക്കെ മൂല്യം ഇടിയ എന്ന് പറയില്ലേ നമ്മൾ, അതൊക്കെ അവിടെ ഉണ്ടായി എന്നാ പറയണത്. നോക്കൂ, ഇതൊക്കെ ഉണ്ടായി. ഇനി എക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. യൂറോപ്പിന്റെ കാര്യമായിരുന്നു ആകെ കഷ്ടം. അവര് സാമ്പത്തിക ശക്തികളായിരുന്നു അന്ന്. ആ സാമ്പത്തിക ശക്തികളായിരുന്ന യൂറോപ്പിന്റെ അവരുടെ ആ എക്കണോമിക് ഡൊമിനൻസ്, സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. അത് മാത്രമല്ല, യുദ്ധത്തോടു കൂടി ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഒന്നുകൂടി മൂത്തു. In bid to bring about peace in the world, the League of Nations was formed. അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനം വേണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ 6 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 10 മില്യൺ ആളുകൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. അതുപോലെ കൃഷി, വ്യവസായം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം തകരാറിലായി. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, ഇതൊക്കെ കൂടിയെന്നാണ് പറയുന്നത്. അതുപോലെ എക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്, ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ദ ലീഗ് ഓഫ് നേഷൻ വാസ് ഫോംഡ്. അപ്പോ ഇതൊക്കെയാണ് അതിലുണ്ടായിട്ടുള്ള പരിണിത ഫലങ്ങൾ. നോക്കൂ, പീസ് എഫർട്ട്. ഇനി എന്തൊക്കെയാണ് സമാധാന ശ്രമങ്ങൾ? അപ്പൊ ലോകമഹായുദ്ധം 4 വർഷത്തോളം നീണ്ടു. അങ്ങനെ ഇത് എങ്ങനെയും അവസാനിപ്പിച്ചാൽ മതി എന്നായി പിന്നെ രാജ്യങ്ങൾക്ക്. അപ്പൊ സമാധാന ശ്രമങ്ങൾ തുടങ്ങും. എന്തൊക്കെയാണ്? ദ പീസ് കോൺഫറൻസ് വാസ് കൺവീൻഡ് അറ്റ് പാരീസ് ഇൻ 1919. 1919 ആദ്യമായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം നടന്നു. എവിടെയായിരുന്നു ആ സമ്മേളനം നടത്തിയത്? ശ്രദ്ധിക്കുക, എവിടെയാണ് നടത്തിയത്? അറ്റ് പാരീസ്. ടു ഡിസ്കസ് പോസ്റ്റ് വാർ സിറ്റുവേഷൻ. പാരീസിൽ നടന്ന സമ്മേളനത്തിൽ യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥയെ കുറിച്ചിട്ട് ചർച്ചകൾ നടത്തി. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിന്നിംഗ് ആലീസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്, ദേ സൈൻഡ് ഡിഫറെന്റ് ട്രീറ്റീസ് വിത്ത് ദ ഡിഫീറ്റഡ് നേഷൻസ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ പാർട്ടികളുണ്ടല്ലോ, അവരുടെ നേതാക്കന്മാരുടെ ആ കീഴില് ബ്രിട്ടനും ഫ്രാൻസും അവരൊക്കെ, അതായത് പല തരത്തിലുള്ള എന്താണ് പറയുക, ഉടമ്പടികൾ അവിടെ ഉണ്ടാക്കിയെന്നാ പറയുന്നത്. വിത്ത് ഡിഫീറ്റഡ് നേഷൻസ്, തോൽക്കപ്പെട്ട അല്ലെ. വിന്നിങ് ആലീസ് ആരാ? ബ്രിട്ടനും ഫ്രാൻസുമാണ് വിജയിച്ച ആൾക്കാർ. അവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ജയിച്ചത്. ബാക്കിയോ അവരുടെ എതിർ ടീമിലുള്ള ആൾക്കാരുടെ നേരെ അവരെന്ത് ചെയ്തു? അവർ ഓരോ നിബന്ധനകൾ ഉണ്ടാക്കി. എമംഗ് ദോസ് ട്രീറ്റീസ്, ദ വേഴ്സൈൽസ് ഓഫ് ട്രീറ്റി സൈൻഡ് വിത്ത് ജർമ്മനി ഇൻ 1919 വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. ഈ ഉടമ്പടികളിൽ എല്ലാത്തിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി ഏതായിരുന്നു? ജർമ്മനിക്കെതിരെ, അതായത് ജർമ്മനിയുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി. എന്ന് വെച്ചാൽ ജർമ്മനിയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ജർമ്മനിക്ക് എതിരെയാണ് ശരിക്കും ആ ഉടമ്പടി ഉണ്ടാക്കിയത്. മനസ്സിലായോ? അതായത് അവർ പറയുന്നത്, നോക്കുക, ജർമ്മനിയാണ് ഈ യുദ്ധത്തിന് കാരണക്കാരൻ, ഈ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഉടമ്പടി ഉണ്ടാക്കിയത്. അതാണ് ആ ഉടമ്പടിയുടെ പ്രത്യേകത. ആ ഉടമ്പടി ജർമ്മനിക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയ ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടിയുടെ പേരാണ് വേഴ്സൈൽസ് ഓഫ് ട്രീറ്റി. വേഴ്സായ് ഉടമ്പടി എന്ന് പറയും. വേഴ്സായ് ഉടമ്പടി കേട്ടിട്ടുണ്ടോ നിങ്ങളത് മുന്നേ? വേഴ്സായ് ഉടമ്പടി നോക്കുക. അങ്ങനെ ആ വേഴ്സായ് ഉടമ്പടി ജർമ്മനിയുമായിട്ടുണ്ടാക്കി. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ഈ നിബന്ധന അനുസരിച്ച് ജർമ്മൻ കോളനീസ് were divided among the victorious powers. ജർമ്മനിയുടെ കോളനികൾ മുഴുവനും ഈ ജേതാക്കളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് പങ്കുവെച്ചു എന്നാ പറയണത്. ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് ഫോർ ഇൻഡെമിനിറ്റി. ജർമ്മനിയോട് പറഞ്ഞു, നിങ്ങള് അല്ലെ ഈ യുദ്ധത്തിന് കാരണക്കാര് നിങ്ങളാണ്, അതുകൊണ്ട് നഷ്ടപരിഹാരമായിട്ട് വലിയൊരു തുക നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു.
The Allies occupied in rich mines of Germany. Above all, war guilt was imposed on Germany was disarmed. എന്തുണ്ടായത്? the Allies occupied. ഈ നിബന്ധനകൾ പ്രകാരം നിബന്ധനകൾ പ്രകാരം ഈ നിബന്ധനകൾ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യങ്ങൾ മുഴുവനും അവരുടെ കണ്ണ് മുഴുവൻ എന്തായിരുന്നു? നമ്മുടെ ജർമ്മനിയിൽ അന്ന് അതാണ് നല്ല ഖനികൾ ഉണ്ടായിരുന്നു എന്നാ പറയണത്. സമ്പന്നമായ ഖനിപ്രദേശം എന്നാ പറയണത്, റിച്ച് മൈൻസ്. ആ ഖനിപ്രദേശത്ത് അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു ആ ഖനികളൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, യുദ്ധത്തിന് കാരണക്കാരൻ ജർമ്മനിയാണ് എന്നും പറഞ്ഞിട്ട് ജർമ്മനി അവർ ഡിസാംഡ് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്നുള്ള തോക്കും അവരുടെ ആയുധങ്ങളൊക്കെ എന്ത് ചെയ്തു? വാങ്ങി വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആയുധങ്ങളൊന്നും വേണ്ട, നിങ്ങൾ പ്രശ്നക്കാരാണ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പൊ പീസ് എഫർട്ടില് പ്രധാനമായിട്ടും നഷ്ടം പറ്റിയത് ആർക്കാ? ജർമ്മനിക്കാണ്. ജർമ്മനിക്ക്. ഇനി ഇക്കണോമിക് ഡിപ്രഷൻ. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടർച്ചയായിട്ടുണ്ടായ ഒരു അവസ്ഥയാണ് ഇക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് രാഷ്ട്രങ്ങൾ എന്താണ്? ഇടിഞ്ഞ പോയ ഒരവസ്ഥ. അതായത് അതുവരെ പ്രബലന്മാരായിരുന്ന ആൾക്കാർ ആരായിരുന്നു? യൂറോപ്യൻസ് ആയിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ, ലോകം മുഴുവനും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ സമ്പന്നമായത് ആരാണെന്നാ പറയണത്? അത് അമേരിക്ക ആയിരുന്നു എന്നാ പറയണത്. അതാണ് ഇന്നിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോളറാണ്, അമേരിക്കൻ ഡോളറാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? വിദേശ വ്യാപാരത്തിനൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുക. മനസ്സിലായോ? അതിന് കാരണം അമേരിക്ക എന്ന് പറയണത് അന്ന് തൊട്ടിട്ട് അന്നത്തോടു കൂടി അമേരിക്ക നമ്പർ 1 ആയി, അല്ലെങ്കിൽ ലോക പോലീസായി എന്ന് പറയുന്നത്. നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാർ. യുദ്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരു രാജ്യമായിരുന്നു അമേരിക്ക. ദ യൂറോപ്യൻ നേഷൻ മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ് ഫ്രം USA. USA-യിൽ നിന്നും ലോൺ എടുക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിച്ചു. അതായത് കാശ് അവരുടെ കയ്യിലാണല്ലോ. ഇന്നിപ്പോ ചില രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ചൈനയിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെ കുറിച്ച്. പല രാജ്യങ്ങളും ചൈനയിൽ നിന്ന് ലോൺ എടുക്കുക, ചൈന സഹായിക്കുക രാജ്യങ്ങളെ. അതേപോലെ അന്നത്തെ കാലത്ത് USA സഹായിച്ചു എന്ന് പറഞ്ഞത് പല യൂറോപ്യൻ രാജ്യങ്ങൾ. കോൺസിക്വന്റ്ലി അമേരിക്കൻ ഡോളർ ഓവർടുക്ക് ബ്രിട്ടീഷ് പൗണ്ട് ആസ് ദ ബേസിസ് ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിംഗ്. അപ്പൊ അതുവരെ ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു ലോകം മുഴുവനും വ്യാപാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന കറൻസി. അത് മാറിയിട്ട് പകരം ഏത് കറൻസി വന്നു? അമേരിക്കൻ ഡോളർ വന്നു. ബ്രിട്ടീഷ് പൗണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ലോകം മുഴുവനും രാജ്യങ്ങളായിരുന്നു, കോളനികളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാ രാജ്യങ്ങളിലും അവസാനം പൗണ്ട് എത്തി. പക്ഷെ അത് നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആസ് എ റിസൾട്ട് the United States of America emerged as a new economic power outside Europe. അപ്പോൾ നോക്കൂ, ഇതിന്റെ ഫലമായിട്ട് അങ്ങനെ അമേരിക്ക എന്തായിട്ട് മാറി? പുതിയ ഇക്കണോമിക് പവറായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് മാറി, അല്ലെ? യൂറോപ്പിനേക്കാൾ മികച്ചു, അല്ലെ? യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഒരു മത്സരം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സമ്പത്തിന്റെ കാര്യത്തിലും അതുപോലെ എന്ത് കാര്യത്തിലും, അല്ലെ? ഇന്നിപ്പോ രാവിലെ ഒരു കളി കഴിഞ്ഞു, ഫുട്ബോൾ കളി കണ്ടിരുന്ന നിങ്ങളത്? എന്തായിരുന്നു അതിന്റെ പേര്? കോപ്പ അമേരിക്ക. ഇന്ന് രാത്രി ഒരു കളി, ഇന്ന് രാത്രി ഇനി ഒരു കളിയും കൂടി ഉണ്ട്, യൂറോപ്പ്. അത് രണ്ട് ഭൂഖണ്ഡങ്ങളാണ് ശരിക്കത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളാണ് യൂറോ കപ്പിൽ പങ്കെടുക്കുന്നതെങ്കിൽ യൂറോ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോ അതന്നെ അവിടുത്തെ ആ മത്സരം അതന്നെയാണ് അവിടുത്തെ സംഗതി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക emerged as a new economic power outside Europe. The economic growth of USA did not last long. The world was thrown into economic crisis in 1929. പക്ഷേ അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് 1929 രൂക്ഷമായി. സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ എന്താ സംഗതി എന്ന് മനസ്സിലായി നിങ്ങൾക്ക്? 2008 ഉണ്ടായിരുന്നു ഈ സംഭവം. ലോകത്ത് 1929 ശേഷം പിന്നീട് അത് അനുഭവപ്പെട്ടത് 2008
കേട്ടിട്ടുണ്ടോ നിങ്ങളത്? 2008 നമ്മുടെ രാജ്യത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതായത് സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു ചങ്ങല പോലെ കിടക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലായിടത്തേക്ക് എന്ത് ചെയ്യും? എല്ലാ രാജ്യത്തിനെയും എന്ത് ചെയ്യും? ബാധിക്കും. എന്താണ്, ചൈനയിലാണ് ആദ്യം കൊറോണ ഉണ്ടായത് അല്ലേ? എല്ലാ രാജ്യത്തേക്ക് എത്തിയില്ലേ അത്? എല്ലാ രാജ്യത്തെ ആൾക്കാർക്കും തൊഴിലും വരുമാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അത് തന്നെ അമേരിക്കയ്ക്കും സാമ്പത്തികമായിട്ട് നല്ല അവസ്ഥയിലായിരുന്നു അമേരിക്ക. പക്ഷെ അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോ the world was thrown into economic crisis in 1929. 1929 സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് ലോകം മുഴുവനും പോയി. ശരിക്കും ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു? USA നിന്നായിരുന്നു എന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. നമ്മുടെ 2008 സാമ്പത്തിക മാന്ദ്യത്തിന്റെയും ഉറവിടം USA തന്നെയാണ് കേട്ടോ. അമേരിക്കക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ ലോകം മുഴുവൻ അത് ബാധിക്കും. അതൊരു സത്യമാണ്. ലെറ്റ്സ് ലുക്ക് ദ ഇമ്പാക്ട് ഓഫ് ദി ഇക്കണോമിക് ഡിപ്രഷൻ. ഇക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആ പ്രശ്നം, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നോക്കുക. പീപ്പിൾ ഹൂ ബിക്കെയും പോപ്പർ ബിക്കോസ് ഓഫ് വാർ കുഡിന്റ് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. അതായത് ജനങ്ങള് പാപ്പരായി എന്നാ പറയുന്നത്. യുദ്ധം മൂലം പാപ്പരായി. പാപ്പരായി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ പാപ്പരായി എന്ന് പറഞ്ഞാൽ? പൈസ ഇല്ലാത്ത ആൾക്കാരായി, ദരിദ്രന്മാരായി. കുഡിന്റ് അഫോർഡ് ദ കമ്മോഡിറ്റീസ്, അവർക്ക് സാധനങ്ങള് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഗുഡ്സ് വേർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. സാധനങ്ങൾ ഫാക്ടറികളിൽ എന്താണെന്നാ പറയണത്? വിൽക്കാതെ ഇങ്ങനെ കെട്ടിക്കിടന്നു. അതായത് സാധനങ്ങൾ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നില്ല, കാരണം അവരുടെ കയ്യിൽ കാശില്ല. യൂറോപ്യൻ നേഷൻ ഫെയിൽഡ് ടു റീപേ ദെയർ ഡെറ്റ് ടു ദ USA. യൂറോപ്യൻ രാജ്യങ്ങള് അല്ലെ USA അവരുടെ ഡെറ്റ്, അവരുടെ കടങ്ങൾ വീട്ടാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നാ പറഞ്ഞത്. ബാങ്ക്സ് കൊളാപ്സ്. ബാങ്കുകളെല്ലാം എന്താണെന്നാ പറയണത്? കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ നശിച്ചു. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം, പൈസയുടെ മൂല്യം കുറയുക എന്ന് വെച്ചാൽ നമ്മൾ 10 രൂപ കൊടുക്കേണ്ടിടത്തിൽ 15 രൂപ കൊടുക്കുന്ന ഒരു അവസ്ഥ വരിക. അതാണ് ഇൻഫ്ലേഷൻ. അതാണ് കൺട്രോളബിൾ. ആൾക്കാർ തോന്നിയ വില മേടിക്കാൻ തുടങ്ങി. അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. രാജ്യത്ത് മൊത്തം എന്തായി എന്നാ പറയണത്? ലോകത്ത് മൊത്തം അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയും അതുപോലെ ദാരിദ്ര്യവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റ് ധാരാളമായിട്ട് അല്ലെ? തൊഴിലില്ലാത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. തൊഴിലില്ലായ്മ അധികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? കയ്യിൽ കാശില്ലാതെയും. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായി എന്നാ പറയുന്നത്. To overcome this crisis, European nation adopted strategy of imposing heavy taxes on colonies. ഈ പ്രശ്നം പരിഹരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു മാർഗം കണ്ടു, ഒരു സൂത്രം കണ്ടു. എന്തായിരുന്നു ആ സൂത്രം? ഹെവി ടാക്സസ്. എന്ത് ചെയ്യാ? കോളനികളില് ഹെവി ടാക്സസ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന് ഇപ്പൊ വലിയ വരുമാനമൊന്നുമില്ല. കാരണം എല്ലാം വളരെ പ്രശ്നത്തിലാണ്. ആർക്കും അല്ലെ വലിയ ജോലിയും വ്യാപാരവും നടക്കണില്ലല്ലോ. അപ്പൊ ഗവൺമെന്റിന് ഇപ്പൊ ആകെ വരുമാനം കിട്ടുന്ന ഒരേ ഒരു സാധനമുള്ളൂ. ഏതാ സാധനം എന്നറിയോ? അതന്നെ, പെട്രോള്. എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? ആൾക്കാര് നിലവിളിക്കുന്നു കിടന്നിട്ട്, ദേ 100ആയി, ദേ 101ആയി, ദേ 102ആയി എന്ന് പറഞ്ഞിട്ട്. മറ്റേ ഒരു പള്ളിയില് പണ്ടൊരു പ്രാന്തം കയറിയ പോലെ പ്രാന്തം ഇങ്ങനെ കയറിയ വഴിക്ക് ആൾക്കാർ പറഞ്ഞു, അയ്യോ അത് തൊടുകയാണാവോ എന്ന് പറഞ്ഞ വഴിക്ക് പ്രാന്തം അത് കിട്ടു, അത് തൊട്ടു. വീണ്ടും അയ്യോ അവ ഇത് തൊടുകയാണാവോ എന്ന് പറയുമ്പോ അതും തൊട്ടു. അല്ലെ? അങ്ങനെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും അവൻ കേടാക്കിയെന്ന് പറഞ്ഞത്. അതേപോലെ ഇത് പറഞ്ഞിപ്പോ കൂടിക്കൊണ്ടിരിക്കുന്നത്. 100ആയി, ഇനിയിപ്പോ 101ആവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ കാശ് കിട്ടണ ഒരേ ഒരു മാർഗം അതാ. ജനങ്ങളൊന്നും പണിക്ക് പോകണില്ല, ജനങ്ങളുടെ കയ്യിൽ കാശില്ല. കാശുണ്ടെങ്കിലല്ലേ അവരെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ, ടാക്സും നികുതിയൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെ പക്ഷെ ഈ രാജ്യങ്ങൾ അങ്ങനെയല്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ തന്ത്രം അങ്ങനെയല്ല. അവരുടെ നാട്ടിലത്തെ ആൾക്കാരെ അവരൊന്നും ചെയ്യില്ല. അവർ പറഞ്ഞത് ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ കോളനീസ്. കോളനികളിൽ നിന്നാണ്.
ഏഹ് അതായത് അവരുടെ നാട്ടിലല്ല. നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ, ഇംഗ്ലണ്ടൊക്കെ ഇന്ത്യയൊക്കെ കോളനി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്നൊക്കെയാണ് കാശ് അവർ പിടിച്ചേർന്നത്. Therefore, economic crisis of imperialist nations became burden to colonies. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആരുടെ പ്രശ്നങ്ങളായി മാറി? കോളനികളുടെ പ്രശ്നങ്ങളായി മാറി അല്ലെ. എക്കണോമിക് ക്രൈസിസ് ഓഫ് ഇമ്പീരിയലിസ്റ്റ് നാഷൻസ്, ഈ സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അത് ഈ പറഞ്ഞ ഇമ്പീരിയലിസ്റ്റ് നേഷൻ്റെതായിട്ട് മാറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫാസിസം ആൻഡ് നാസിസം. നോക്കൂ, ഫാസിസം ആൻഡ് നാസിസം. നോക്കൂ, ഇവിടെ ഫാസിസവും നാസിസവും പറയുമ്പോൾ നമ്മുടെ ചാർലി ചാപ്ലിന്റെ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിലത്തെ ഒരു വാചകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട നിങ്ങൾ? എന്താ അതില് ചാർലി ചാപ്ലിന്റെ കഥാപാത്രമാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അതില് പറയണതാ ടു ദോസ് ഹൂ ക്യാൻ ഹിയർ മീ I say, do not despair. The misery that is now upon us is but the passing of greed, the bitterness of men who fear the way of human progress. The hate of men will pass, the dictators die, and the power they took from the people will return to the people. And so long as men live, liberty will never perish. എന്താ പറയണത്? ഈ സിനിമയിൽ പറയാണ്, ഞാൻ എന്നെ ശ്രവിക്കുന്നവരോട്, അതായത് ഞാൻ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവരോട് അവര് നിങ്ങൾ നിരാശപ്പെടണ്ട. കാരണം ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം അത്യാഗ്രഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ ദുരന്തം. മനസ്സിലായോ? അതായത് മനുഷ്യന്മാരുടെ ആ ഗ്രീഡ്നെസ്, അതുപോലെ ബിറ്റർനെസ് ഓഫ് മെൻ ഹൂ ഫിയർ ദ വേ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. അതായത് മനുഷ്യന്മാര് പുരോഗമിക്കുന്നത് മറ്റുള്ള ആൾക്കാർ, അതായത് ഇപ്പോ എനിക്ക് നന്നാവണം എന്നല്ല, ഞാൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ള ആൾക്കാർ നന്നാവരുത് എന്നുള്ള ചിന്ത, അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. ഹേറ്റ് ഓഫ് മെൻ വിൽ പാസ്. അപ്പോ മനുഷ്യന്മാരുടെ ഈ വെറുപ്പുണ്ടല്ലോ, അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അധികാരമോഹികളാണ്, ഏകാധിപതികൾ. അവരൊക്കെ മരിക്കും. അതുപോലെ മനുഷ്യന്മാർക്കിടയിലുള്ള വെറുപ്പില്ലാതെയാവും. അതേപോലെ അധികാരികളുടെ കയ്യിൽ നിന്നും അധികാരം ജനങ്ങളിലേക്ക് എത്തും എന്നാ പറയണത്. അങ്ങനെ അത് എത്തുന്നതോട് കൂടിയിട്ട് മനുഷ്യന്മാരെല്ലാവരും നന്നായിട്ട് ജീവിക്കും, അവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു വാചകം ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന നാടകത്തിൽ നിന്നാണ് കേട്ടത്, സിനിമയിൽ നിന്നാണ്. This was Charlie Chaplin's view on the dictatorship that became prevalent in some European nation after the First World War. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങള്, ആ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ചില സ്വേച്ഛാധിപതികൾ, ഏകാധിപത്യപതികൾ എന്നൊക്കെ പറയില്ലേ, ആ ഏകാധിപതികൾ നടത്തിയ ചില അവരുടെ അധികാര നമ്മള് അമിതമായിട്ടുള്ള അധികാരവൽക്കരണം, അതിനെക്കുറിച്ച് ചാപ്ലിൻ പറഞ്ഞതാണ്. ജനങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, അങ്ങനത്തെ അവസ്ഥ. ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ then let's see the circumstances which led to the formation of such governments. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സ്വേച്ഛാധിപതികളായിട്ടുള്ള അധികാരികൾ ഉണ്ടായി? അതിന് ചില കാരണങ്ങളുണ്ട്. മനസ്സിലായോ? വെറുതെ ഒരാൾക്ക് അങ്ങടെ അധികാരം ഒരു ദിവസം കിട്ടില്ല. അയാൾ അധികാരിയായിട്ട് മാറുന്നത് ചില സാഹചര്യങ്ങൾ അയാളാക്കി മാറ്റുകയാണ്. നോക്കൂ, the first world war devastated both the allies. Many European governments lost their power. People were in misery, unemployment, poverty, inflation gnawed their entire system. Fascism in Italy and Nazism in Germany rose to power, capitalizing on political and economic chaos prevailing them. Economic destruction, rivalry among the victors, aimlessness, etc. facilitated these forces to grab power. Here are characteristics of fascism.
അപ്പൊ ഫാസിസം എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു സാഹചര്യം ജർമ്മനിയിൽ നിലനിന്നിരുന്നു. അതിനെ പറയുന്ന പേര് നാസിസം എന്നാണ്. ഇത് രണ്ടും പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഏകദേശം കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പൊ എന്താണ് ഫാസിസവും നാസിസവും നോക്കാം. നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. അതായത് ദ ഫസ്റ്റ് വേൾഡ് വാർ ഡിവൈസ്റ്റഡ് ബോത്ത് ആരീസ്. ഒന്നാം ലോക മഹായുദ്ധത്തില് രണ്ട് രാജ്യങ്ങളിലും, അതായത് വിജയിച്ച രണ്ട് ഭാഗത്തുള്ള രാജ്യങ്ങളുണ്ടല്ലോ, തോറ്റ രാജ്യങ്ങളും ജയിച്ച രാജ്യങ്ങളും. അപ്പോ ആ ഒന്നാം ലോക മഹായുദ്ധം നടന്നതോട് കൂടിയിട്ട് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്നാണ്. ലോസ്റ്റ് ദെയർ പവർ. പീപ്പിൾ വേർ ഇൻ മിസറി. ജനങ്ങളെല്ലാം വളരെ കഷ്ടപ്പാടിലായി. അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ നേവ്ഡ് ദെയർ എൻ്റയർ സിസ്റ്റം. അതായത് നമ്മളിപ്പോ നേരത്തെ മനസ്സിലാക്കിയുള്ളൂ, എന്താ സാമ്പത്തിക മാന്യം വന്നു. അതിനു മുൻപ് അവരുടെ എന്താണ് രാജ്യത്തെ വ്യവസ്ഥകളെല്ലാം ആകെ താറുമാറായി. അപ്പോ അവരുടെ രാജ്യത്തിന്റെ മൊത്തം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, പണപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങളുടെ വില അമിതമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥ. ആ അവസ്ഥ അതെല്ലാം, അതുപോലെ പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, ഇതെല്ലാം, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന തൊഴിലില്ലായ്മ, ഇതെല്ലാം അവരുടെ ആ മൊത്തം സിസ്റ്റത്തിനെ, അവരുടെ രാജ്യത്ത് അതുവരെ കഴിഞ്ഞു വന്നിരുന്ന ആ സംവിധാനങ്ങളെ മൊത്തം തകരാറിലാക്കിയെന്ന് അവർ. ഫാസിസം ഇൻ ഇറ്റലി, നാസിസം ഇൻ ജർമ്മനി റോസ് ടു പവർ. അതിന്റെ ഫലമായിട്ട് വന്ന രണ്ട് ഇസങ്ങളാണ് ഫാസിസവും നാസിസവും. ക്യാപിറ്റലൈസിംഗ് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കാവോസ് പ്രിവെയിലിംഗ് ദെൻ. യഥാർത്ഥത്തിൽ ഇതിൽ എന്താ നടക്കുന്നത്? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കാവോസ്, രാഷ്ട്രീയമായും സാമ്പത്തികമായും അന്നുണ്ടായിരുന്ന കാവോസ്. കാവോസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നങ്ങൾ. ഭയങ്കര സങ്കീർണമായ പ്രശ്നങ്ങളെയാണ് നമ്മൾ കാവോസ് എന്ന് പറയാം. ആ രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും അന്നുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും അടിസ്ഥാനം. നമ്മൾ പറയില്ലേ, കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ, അല്ലെങ്കിൽ പറയും നമ്മൾ പെര കത്തുമ്പോ വാഴ വിട്ടുക എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനത്തെ പ്രയോഗങ്ങള്? അതായത് നാട്ടിലൊരു പ്രശ്നം നടക്കുമ്പോ ആ പ്രശ്നം എങ്ങനെ നമുക്ക് നല്ലതാക്കി മാറ്റാൻ പറ്റും, നമുക്ക് അത് ഗുഡാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ നിന്ന്, അങ്ങനെ ചിന്തിച്ചതിൽ നിന്ന് വന്നതാണ് ഫാസിസവും നാസിസവും എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കെ, എക്കണോമിക് ഡിസ്ട്രക്ഷൻ, റൈവാൾഡറി അഗെയിൻസ്റ്റ് വിക്ടേഴ്സ്, എയിംലെസ്നെസ്. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. സാമ്പത്തികമായ തകർച്ച ഒന്ന്, പിന്നെ റൈവാൾഡറി, അതായത് നമ്മളെ തോൽപ്പിച്ച ആൾക്കാരോട് നമുക്കുണ്ടാകുന്ന പ്രതികാര മനോഭാവം. റൈവാൾഡറി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെപ്പോഴും പിന്നെ എന്താ ഉണ്ടാവുക? എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തിയ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം? പരാജയപ്പെടുത്തണം, അവരെ തോൽപ്പിക്കണം അല്ലേ? മനുഷ്യനെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അഭിമാനബോധം എന്ന് പറയുന്നത്. അപ്പൊ റൈവാൾഡറി അഗെയിൻസ്റ്റ് വിക്ടേഴ്സ്, എയിംലെസ്നെസ്. പിന്നെയോ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ അവസ്ഥയിലാവുമ്പോ നമ്മൾ ആരും പറയുന്നത് നമ്മൾ കേൾക്കും അല്ലെ? നമുക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ആരാണോ എന്താണോ പറയണത് അത് നമ്മൾ അനുസരിക്കും. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ദീസ് ഫോഴ്സസ് ടു ഗ്രാബ് പവർ. അങ്ങനെ ഈ അവസ്ഥയാണ് ഈ പറയുന്ന ഫാസിസവും നാസിസവും അവിടെ അധികാരം പിടിച്ചെടുക്കുക എന്നതിന് കാരണമായിട്ട് മാറിയത്. അപ്പൊ ഫാസിസത്തിന്റെ ചില പ്രത്യേകതകൾ നോക്കൂട്ടാ. ആന്റഗോണിസം ടു ഡെമോക്രസീസ്. എന്താ ഫാസിസത്തില്? ജനാധിപത്യത്തിനോടുള്ള വിരോധം. അപ്പൊ ഇതിനു മുൻപ് നമ്മൾ വിപ്ലവങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിപ്ലവങ്ങൾ ഉണ്ടായതിന്റെ കാരണം ഏകാധിപത്യവും അതേപോലെ സ്വേച്ഛാധിപത്യവുമായിരുന്നു അതിന് കാരണം. അപ്പൊ അത് സഹിക്കാൻ പറ്റാതെ ജനങ്ങൾ അവർക്കെതിരെ എന്ത് ചെയ്തു? സമരം ചെയ്തു, വിപ്ലവം ചെയ്തു. വിപ്ലവത്തിന്റെ ഫലമായിട്ട് ജനാധിപത്യം വന്നു. ജനാധിപത്യം, ഡെമോക്രസി. പക്ഷെ ആ ജനാധിപത്യം പോരാ എന്നുള്ളതാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം നടന്നപ്പോൾ അല്ലെ, അതിന് ശക്തിയില്ല, ശക്തി കുറവാണ് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അതാണ് ഇവിടെ പറയുന്നത് അന്റാഗോണിസം ടു ഡെമോക്രസി അല്ലെ, ശക്തനായ നേതാവില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. പിന്നെ രണ്ടാമത് പറയണത് ഗ്ലോറിഫൈ. അപ്പോ അതില്
പറയുന്നുണ്ട് ജനാധിപത്യത്തോടുള്ള സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, ഓപ്പോസിഷൻ ടു സോഷ്യലിസം. സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ പറയുന്നത് കമ്മ്യൂണിസത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് പറയാനൊക്കെ നല്ല രസമാണ്, നടപ്പിലാക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. എന്താ നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പം? സാമ്പത്തികമായിട്ട് എല്ലാവരും തുല്യത പാലിക്കുക എന്നാണ് ശരിക്കും പറഞ്ഞ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ. പക്ഷെ അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരാളും എന്താ പറയാ ജോലിക്കൊന്നും പോവാത്തൊരവസ്ഥയിലേക്ക് വരുന്ന പറയണത്. കാരണം ജോലിക്ക് പോയാലും ശമ്പളം കിട്ടിയാലും ആ ശമ്പളം എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസത്തില് അത് എല്ലാവർക്കും ഒരേപോലെ വീതം വെക്കും. അപ്പൊ ഇത് ചില ആളുകളില് അതിനോട് എതിർപ്പുണ്ടാക്കുന്നുണ്ട്. അതേപോലെ സോഷ്യലിസം, ഇവിടെ കമ്മ്യൂണിസം എന്നല്ല പറഞ്ഞത്, ഇവിടെ സോഷ്യലിസമാണ്. സോഷ്യലിസത്തിനെ ആളുകൾ എതിർത്തു. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ട് എല്ലാവരും ഒരേപോലെയാണ്, ഒരേ തട്ടിലാണ് എന്നാണ് പറയുന്നത്. അത് ചില ആൾക്കാർ ആ പറച്ചിലിനോട് ചില ആൾക്കാർക്ക് യോജിപ്പില്ല. പിന്നെ മൂന്നാമത് പറയുന്നത് ഗ്ലോറിഫൈങ് ദ നേഷൻ. ഫാസിസത്തിൽ നമ്മുടെ രാഷ്ട്രമാണ് വലുത്, നമ്മുടെ രാഷ്ട്രമാണ് ഏറ്റവും മികച്ചത്, ബാക്കിയുള്ള രാഷ്ട്രങ്ങളൊന്നും പോരാ എന്നുള്ള ചിന്ത. അതാണ് ഗ്ലോറിഫൈങ് ദ നേഷൻ എന്ന് പറയുന്നത്. അഗ്രസീവ് നാഷണലിസം എന്ന് പറയാറുണ്ട്, തീവ്രദേശീയത അങ്ങനെയും പറയുന്നു. അപ്പോ ഇത് ആളുകളിൽ അടിഞ്ഞുകൂടിയാൽ വല്ലാതെ കണ്ട് സ്വന്തം രാഷ്ട്രത്തിനെ, സ്വന്തം മതത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്ര നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണെന്ന് പറയണം. അത് രാജ്യം ചെയ്താലും ശരി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരായാലും നമ്മുടെ മതക്കാരായാലും ചെയ്താലും പറയാം. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്, അതേപോലെ കണ്ട ഇവിടെ പ്യൂരിറ്റി ഓഫ് റൈസ്, വംശീയത. എന്താ പ്യൂരിറ്റി? ശുദ്ധം എന്നൊക്കെ പറയില്ലേ നമ്മൾ, കലർപ്പില്ലാത്തത്. അതായത് നമ്മള് എന്താ പറയാ, നമ്മള് ഒരാള് ഇപ്പൊ നമ്മുടെ ഏത് രാജ്യത്ത് ജനിച്ചു, ആ രാജ്യത്ത് ജനിച്ച ആൾക്കാരെ, നമ്മളിപ്പോ ഇന്ത്യയിൽ ജനിച്ച ആൾക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയും. ഇന്ത്യയിൽ ജനിച്ച ആൾക്കാരാണ്, ഇന്ത്യക്കാരന്റെ മക്കളാണ്, അതുകൊണ്ട് ഇന്ത്യക്കാരെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അഭിമാനം ഉണ്ടാവും, അല്ലേ? മനസ്സിലായ? അതിന് നമ്മൾ അഭിമാനിക്കും. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇന്ത്യയിൽ ജനിച്ച ആൾക്കാർ മാത്രമാണ് ഏറ്റവും നല്ലവര് എന്നുള്ളൊരു ചിന്ത വന്നാലോ അത് വലിയ പുലിവാല എന്നാ പറയുന്നത്. മനസ്സിലായ? ഇനി ഇന്ത്യയിൽ ജനിച്ച ആൾക്കാർ മാത്രം മതി ഇന്ത്യയിൽ ലോകത്ത് എന്ന് പറഞ്ഞാലോ അത് അതിനെക്കാട്ടി വലിയ പുലിവാലായി. അപ്പൊ ബാക്കിയുള്ള ദേശക്കാരെ മുഴുവനും നമ്മൾ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും മനുഷ്യൻ. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ലോകത്ത്. നിങ്ങൾ അറിയുന്നില്ലേ അതൊക്കെ? ഒരു രാജ്യത്ത് മാത്രം ജനിച്ച ആൾക്കാർ നല്ല ആൾക്കാർ, വേറെ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ പൊട്ട ആൾക്കാർ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട, ഈ ലോകത്ത് വേണ്ട, നമ്മൾ മാത്രം മതി എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ എന്താ സംഭവിക്കുക? അവര് അല്ലേ കൊലപാതകികളായിട്ട് മാറുക, മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുക, അല്ലേ? എന്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയല്ലേ? നമ്മുടെ ലോകത്ത് ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഈ പറയണത്. ഒരു രാജ്യത്ത് ജനിക്കുക, അല്ലെങ്കിൽ ഒരു മതത്തിൽ ജനിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ ചിന്തിക്കുകയാണ് നമ്മൾ മതി ഇവിടെ, വേറെ ആരും വേണ്ട. വളരെ പരിതാപകരമായിട്ടുള്ളൊരു ചിന്തയാണത്. അപ്പോൾ അതാണ് ഇവിടെ അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്. നമ്മുടെ വംശം കലർപ്പില്ലാതെ നല്ലതാവണം. അതിനുള്ള മാർഗം? വേറെ ആരും അല്ലെ നമ്മുടെ വംശത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ വംശത്തിലുള്ള ആൾക്കാർ വേറെ വംശത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ ചിന്തകൾ വരിക, അല്ലെ? അപ്പൊ അവർക്ക് മക്കളുണ്ടാവുമ്പോൾ അത് ഏത് വംശം, അവന്റെ വംശം ചിന്തിക്കുമ്പോൾ അല്ലെ, അവന്റെ അച്ഛൻ ചിലപ്പോൾ യൂറോപ്യനാവും, അമ്മ ഇന്ത്യക്കാരത്തിയാവും. അപ്പോ അവൻ ഏത് വംശം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നു. മനസ്സിലായ? അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? അപ്പോ അവരെ ആ രാജ്യത്തു നിന്ന് ചിലപ്പോൾ അവർ പുറത്താക്കുക. കാരണം എന്താ? ഇവിടെ ഇന്ത്യൻ വംശജൻ മാത്രം മതി. മനസ്സിലായോ? ചിന്തകളാണ്, ആളുകളുടെ ചിന്തകളാണത്. അതാണ് ചിന്തിക്കുന്നത്. അവർ പറയണത് അതാണ്, ഞങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്, ഞങ്ങളല്ലാത്ത ആൾക്കാർ ഇവിടെ വേണ്ട. അവരെ ജസ്റ്റിഫൈങ് വാർ. അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു ചിന്ത ഇതാണ്: യുദ്ധം ആണ് ഇതിനൊക്കെയുള്ള മാർഗം, യുദ്ധമാണ് ഇതിനുള്ള മാർഗം. അവരെ ഡിഫ്യൂഷിങ് ദ അഗ്രസീവ് നാഷണലിസം. കണ്ടാ? അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഗ്രസീവ് നാഷണലിസം, തീവ്രദേശീയത എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ദേശമാണ് ഏറ്റവും നല്ലത്. നേരത്തെ ഗ്ലോറിഫൈങ് നേഷൻ എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ എന്താക്കി മാറ്റുക? മഹത്വവൽക്കരിക്കുക നമ്മുടെ രാഷ്ട്രത്തെ.
അതിന്റെ കണ്ടിന്യൂവേഷനാണ് അഗ്രസീവ് നാഷണലിസം, തീവ്രദേശീയത. നമ്മുടെ രാജ്യമാണ് അത്, നമ്മുടെ രാജ്യമാണിത്, നമ്മുടെ രാജ്യത്ത് പണ്ട് ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു, മറ്റോരുണ്ടായിരുന്നു, മറിച്ചോറുണ്ടായിരുന്നു, മറ്റുള്ള രാജ്യത്തൊന്നും അതുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞ് ചില ആൾക്കാരെന്താവുന്ന പറയണത്, ബാക്കിയുള്ള രാജ്യക്കാരെ കണ്ട അപ്പൊ കൊല്ലും, അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരിക. പിന്നെ ഡിഫൈങ് ദ പാസ്റ്റ്. അതുപോലെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണ്, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് അല്ലെ, പണ്ട് അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്ന കാലത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞാനത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് കൊളംബസ് എത്തിച്ചേരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ വസ്ത്രം പോലും ഇല്ലാതെ നടക്കുന്നവരായിരുന്നു എന്നാ പറഞ്ഞത്. കാട്ടിലൂടെ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്ന് പച്ചിറച്ചിയും ചുട്ടിറച്ചിയൊക്കെ തിന്നിട്ട് കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അമേരിക്കക്കാര്. അതാണ് ശരിക്കുള്ള അമേരിക്കക്കാര്. എന്നാൽ നമ്മളന്ന് പട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുത്ത് കിരീടമൊക്കെ വെച്ച് അല്ലേ ഗംഭീരമായിട്ട് നമ്മൾ ജീവിക്കുകയാണ് ഇവിടെ. അന്ന് നമ്മുടെ രാഷ്ട്രം ഭയങ്കരമായിരുന്നു. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രം ഭയങ്കര സമ്പന്നമായിരുന്നു. അതുകൊണ്ടാണ് യൂറോപ്യൻസ് നമ്മൾ അന്വേഷിച്ചു വന്നത്. നമ്മൾ അന്വേഷിച്ചു വന്ന ഒരു കപ്പല് വഴി തെറ്റിപ്പോയതാണ് അമേരിക്ക. അപ്പോ നമ്മള് ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പറയും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, നമ്മുടെ രാജ്യത്ത് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇന്നും നമ്മുടെ രാജ്യമാണോ അമേരിക്കയാണോ നല്ലത്? അമേരിക്ക. നമ്മളെല്ലാവരും അല്ലെ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു രാജ്യം. ചില ആൾക്കാർ അവിടെ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിയാൽ മതി, അവിടെ തന്നെ ജീവിക്കണം, അവിടെ എന്ത് സുഖ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അമേരിക്കയിൽ പോയാൽ ഇനി ഞാൻ ഇന്ത്യയിലേക്ക് ഇല്ല കേട്ടാന്ന് ചില ആൾക്കാർ പറയും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവിടുത്തെ സൗകര്യങ്ങളാണത്. അപ്പൊ ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴും ഡിഫൈങ് ദ പാസ്റ്റ്, ഭൂതകാലത്തെ നമ്മൾ പ്രകീർത്തിക്കുകയാണ് അത്ര ഇവിടെ. അതുപോലെ ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അതുപോലെ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മുടെ സംസ്കാരം നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്യുന്ന ചില മാർഗങ്ങളാണ് ആശയങ്ങളെ നമ്മൾ കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ എത്തിക്കാം. അതുപോലെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് സൈനികമായിട്ടുള്ള സ്വേച്ഛാധിപത്യം. ഒരു സൈന്യത്തെ ഉണ്ടാക്കുക, എന്നിട്ട് ആ സൈന്യത്തെ സജ്ജമാക്കി നിർത്തുക, എന്നിട്ട് നമ്മൾ ഓരോന്ന് പറയാം അതിനോട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഈ സൈന്യം പേടിച്ചു അവസാനം ആൾക്കാർക്ക് പേടിയും, ആൾക്കാർ പേടിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടില്ല, നമ്മൾ പറയണത് കേൾക്കും. അതാണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. അവരുടെ ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. ഇനി നമുക്ക് എതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ഉടനെ അവരെ തട്ടിക്കളയാം അല്ലേ? ഇതാണ് ഫാസിസത്തിന്റെ ഒരു മുഖമുദ്ര എന്നാ പറയുന്നത്. എന്തൊക്കെയാണ്? ജനാധിപത്യത്തെ എതിർക്കുക, അന്റാഗോണിസം ടു ഡെമോക്രസി, സോഷ്യലിസത്തെ എതിർക്കുക, രാജ്യത്തെ മഹത്വവൽക്കരിക്കുക, അതുപോലെ നമ്മുടെ വംശത്തെ ശുദ്ധീകരിക്കുക, വംശശുദ്ധിയിൽ നമ്മൾ ഇങ്ങനെ അഡോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിക്കുക. അതുപോലെ യുദ്ധത്തിനെ ന്യായീകരിക്കുക പറയണം, യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യുന്നവനാണ് ആണ്, അങ്ങനെയൊക്കെ പറയാം. അതുപോലെ അഗ്രസീവ് നാഷണലിസം ഉണ്ടാക്കുക. അതുപോലെ നമ്മുടെ ഭൂതകാലത്തെ പാസ്റ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ പ്രകീർത്തിക്കുക. അതുപോലെ ചിത്രം, കല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതില് കൂടുതലായിട്ടുള്ള രീതികളിലൂടെ നമ്മുടെ സംസ്കാരം നമ്മൾ വളർത്തുക. അതുപോലെ സൈനികമായിട്ടുള്ള സ്വേച്ഛാധിപത്യം നടത്തുക. അതുപോലെ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള എതിരാളികളെ ഇല്ലാതെയാക്കി. ഇതൊക്കെ സാധാരണ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ. ഓക്കെ, ഇനി മുസോളിനി ആൻഡ് ഫാസിസം. എത്ര പേജായി ഇപ്പൊ നമ്മള്? എത്ര പേജായി നമ്മള്? 36.
അടുത്ത ഞായറാഴ്ച നമുക്ക് പരീക്ഷ എടുക്കാം അല്ലേ? അത് 28ാമത്തെ പേജിൽ നിന്ന് 36ാമത്തെ പേജ് എനിക്ക് എത്തി. ഓക്കെ. നാളെ എന്താ കേട്ടില്ല? നാളെ ഇപ്പൊ നമുക്ക് മാത്സ് പരീക്ഷ എടുക്കാം അല്ലേ?